മുഖ്യാതിഥി, മറ്റു വേദിക്ക് പുറത്ത് നിൽക്കുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഓണാശംസകൾ, നബിദിനാശംസകൾ, ഒപ്പം തന്നെ ഗുരുജയന്തി ആശംസകളും നേർന്നുകൊള്ളുന്നു. മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അടിസ്ഥാനപരമായി അതാണ് മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മുഴുവനും നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുകയില്ല. പക്ഷേ നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക. ഇവിടെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന പല പ്രവർത്തനങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യം നമുക്കറിയാം. ഒട്ടേറെ ക്യാൻസർ രോഗികളെ നമുക്ക് ക്യാൻസർ ഇല്ലാതാക്കുവാൻ, അവരെ പുതിയ രോഗികളാക്കി മാറ്റാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഈ കാരക്കാട്, പട്ടാമ്പി തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർ നടത്തുകയും, അവർ എന്ന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള പ്രവർത്തനം നമ്മൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ആ പ്രവർത്തനം ഇന്ന് പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും അവർക്ക് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന ഇന്ന് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലും മലേഷ്യ, UAE, ലക്ഷദ്വീപ്, അന്തമാൻ തുടങ്ങിയ പല ഭാഗങ്ങളിലും വളരെ നല്ല രീതിയിൽ അവരാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ മോഹൻദാസ് സാർ, നമ്മുടെ ഉണ്ണിക്കുട്ടി സാറ്, നമ്മുടെ ഇതിന്റെ എല്ലാമായ യൂസഫ് കൊട്ടാരത്തിൽ, ഇങ്ങനെ ഓരോരുത്തരെയും എടുത്തു പറഞ്ഞാൽ സുലൈമാൻ കൊണ്ടാട്ടം, അങ്ങനെ ഓരോരുത്തരെയും എടുത്തു പറഞ്ഞാൽ തീരുവില്ല. അത്രയധികം പ്രവർത്തനങ്ങൾ ഈ പ്രായത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് വഴികാട്ടികളാണ്. നമ്മളും മനുഷ്യർ എന്നും മനുഷ്യാവകാശ ലംഘനത്തിന്, കാരണം ക്ഷണികമായ ജീവിതമാണ് നമുക്കുള്ളത്. നമ്മളാൽ കഴിയുന്ന ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഇരുട്ടിനെ പഴിക്കാതെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് അവിടെ വെളിച്ചം പ്രകാശമാക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.